പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് ഭീഷണി കാലങ്ങളായി നിലനിൽക്കുന്ന ഒന്നുതന്നെയാണ്. അമേരിക്കയ്ക്ക് താൽപര്യമില്ലാത്ത രാജ്യങ്ങൾക്കെല്ലാം അമിത നികുതി ചുമത്തുന്നത് ട്രംപിന്റെ ഒരു നയമാണ്. ഇപ്പോഴിതാ ഇന്ത്യയിൽ നിന്ന് യുഎസിലേക്കുള്ള അരി ഇറക്കുമതിക്ക് കൂടുതൽ തീരുവ ഏർപ്പെടുത്താൻ പോവുകയാണെന്നാണ് പുതിയ ഭീഷണി. ഇന്ത്യ യുഎസിലേക്ക് അരി കൊണ്ടുവന്ന് തള്ളുകയാണെന്നാണ് ട്രംപിന്റെ ആരോപണം. എന്നാൽ ഈ പ്രശ്നത്തിന് താരിഫിലൂടെ ലളിതമായ പരിഹാരം ഉണ്ടാക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുഎസിന്റെ പുതിയ ഭീഷണിയിൽ ഇന്ത്യക്ക് കാര്യമായി ആശങ്കപ്പെടാനില്ല എന്ന് തന്നെയാണ് വിപണി നിരീക്ഷകർ പറയുന്നത്. ഇന്ത്യൻ ബസ്മതി അരിക്ക് പകരം നിൽക്കാൻ യുഎസ് വൈവിധ്യങ്ങൾക്ക് സാധിക്കില്ലെന്നും വിലയിരുത്തലുണ്ട്. റഷ്യൻ ഇന്ധനത്തിന് ചുമത്തിയ 25% അടക്കം ആകെ 50% യുഎസ് തീരുവ നിലവിൽ ഇന്ത്യക്ക് ബാധകമാണ്. ലോകരാജ്യങ്ങളിൽ അമേരിക്ക കൂടുതൽ താരിഫ് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. യുഎസിലെ കാർഷിക മേഖലയിലെ പ്രതിനിധികളും ക്യാബിനറ്റ് ഉദ്യോഗസ്ഥരും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയിലാണ് ട്രംപ് ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന സൂചന നൽകിയത്. യുഎസിലെ കർഷകർക്കായി $12 ബില്യൺ ഫെഡറൽ ധനസഹായവും ട്രംപ് പ്രഖ്യാപിച്ചു. അതേസമയം ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണിക്ക് കാരണം വ്യാപാര തലത്തിലെ യുക്തിയേക്കാൾ യുഎസിലെ ആഭ്യന്തര തലത്തിലുള്ള രാഷ്ട്രീയമാണെന്ന് പറയുന്ന പലരുമുണ്ട്. ഇന്ത്യ $392 മില്യൺ അരിയാണ് 2025 സാമ്പത്തിക വർഷത്തിൽ യുഎസിലേക്ക് കയറ്റുമതി ചെയ്തത്. ഇത് ആഗോളതലത്തിൽ ആകെയുണ്ടായ അരി കയറ്റുമതിയുടെ കേവലം 3% എന്ന തോതാണ്. ഇപ്പോൾ തന്നെ യുഎസ് വിപണികളിൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അരിക്ക് 53% താരിഫ് ബാധകമാണ്. ഇന്ത്യയിൽ നിന്ന് യുഎസിലേക്ക് എത്തുന്നതിൽ 83% പ്രീമിയം ബസ്മതി അരിയാണ്. യുഎസ് ഇന്ത്യൻ അരിക്കുമേൽ പുതിയ തീരുവ നടപ്പാക്കിയാലും അത് ഇന്ത്യൻ കയറ്റുമതിക്കാരെ ബാധിക്കാനിടയില്ല. മറ്റിടങ്ങളിൽ ഈ കമ്പനികൾക്ക് ശക്തമായ വിപണി സാന്നിധ്യം ഉണ്ടെന്നതാണ് കാരണം. മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറയുന്നത് യുഎസിൽ അരിവില വർദ്ധിക്കാനും കാരണമാകും. ഫലത്തിൽ തീരുവയുടെ ആഘാതം കൂടുതലായി ബാധിക്കുക യുഎസ് ഉപഭോക്താക്കളെ തന്നെയാകും. യുഎസിൽ നടക്കാനിരിക്കുന്ന വിവിധ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കർഷകരെ കയ്യിലെടുക്കാനുള്ള നീക്കമായിട്ടാണ് പുതിയ തീരുവ ഭീഷണിയെ ഇന്ത്യ കാണേണ്ടത്. അല്ലാതെ ഇതൊരു ഗൗരവതരമായ നയം മാറ്റമാകാൻ സാധ്യതയില്ല. യുഎസിലെ ഇന്ത്യൻ അരിയുടെ ഉപഭോഗ പാറ്റേൺ പ്രകാരം ഗൾഫ് ഉപഭൂഖണ്ഡങ്ങളിലെ എത്തനിക് ജനവിഭാഗങ്ങളാണ് കൂടുതലായി ഇന്ത്യൻ അരി ഉപയോഗിക്കുന്നത്. ബസ്മതി അരി ഉപയോഗിക്കുന്ന ബിരിയാണി അടക്കമുള്ള ഇന്ത്യൻ വിഭവങ്ങൾക്ക് യുഎസിൽ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നുണ്ട്. ഇന്ത്യൻ ബസ്മതിയുടെ പ്രത്യേക സുഗന്ധം, ഘടന, രുചി എന്നിവയ്ക്ക് പകരം നിൽക്കാൻ യുഎസിലെ വെറൈറ്റികൾക്ക് പൊതുവെ സാധിക്കാറില്ലെന്നും പറയപ്പെടുന്നുണ്ട്. പുതിയ താരിഫ് ഭീഷണി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ വീണ്ടും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ അരി യുഎസ് വിപണിയിൽ ഡംപിംഗ് നടത്തുന്നു എന്നാരോപിച്ചാണ് ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ്. ഈ നീക്കം ഇന്ത്യൻ കയറ്റുമതിയുടെ ഭാവിയെക്കുറിച്ചും യുഎസ് വിപണിയിലെ ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ചും ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. അയക്കുന്ന അളവിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ യുഎസ് വിപണി ഇന്ത്യൻ അരി കയറ്റുമതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇന്ത്യൻ അരിയുടെ ആകെ ആഗോള കയറ്റുമതിയുടെ 35% മാത്രമാണ് യുഎസിലേക്കുള്ളത്. യുഎസ് വിപണിയിൽ ഇന്ത്യൻ അരി, പ്രത്യേകിച്ച് സുഗന്ധമുള്ള പ്രീമിയം ബസ്മതി അരിയാണ് പ്രധാനമായും വിറ്റഴിയുന്നത്. നിലവിൽ മറ്റ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കൊപ്പം അരിക്ക് 50% വരെ താരിഫ് യുഎസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ താരിഫ് നിലവിലുണ്ടായിട്ടും ഇന്ത്യൻ അരിയുടെ കയറ്റുമതി കാര്യത്തിൽ തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നാണ് ഇന്ത്യൻ റൈസ് എക്സ്പോർട്ടേഴ്സ് ഫെഡറേഷൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഇന്ത്യൻ കയറ്റുമതി സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം യുഎസിലെ താരിഫ് ഭീഷണി നേരിടാൻ അവർക്ക് മറ്റ് വിപണികൾ തേടേണ്ടതായി വന്നേക്കാം. ഇന്ത്യ ഇതിനോടകം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, തെക്കുകിഴക്കൻ ഏഷ്യ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ പുതിയ വിപണികൾ കണ്ടെത്താനും നിലവിലുള്ള വ്യാപാര പങ്കാളിത്തം ശക്തിപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. ഈ നീക്കങ്ങൾ യുഎസിലെ പ്രശ്നങ്ങളെ മറികടക്കാൻ സഹായിക്കും. യുഎസ് അധിക താരിഫ് ഏർപ്പെടുത്തിയാൽ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അരിക്ക് യുഎസ് വിപണിയിൽ മത്സരക്ഷമത വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ട്രംപിന്റെ ഈ ഭീഷണി ഒരു രാഷ്ട്രീയ സന്ദേശമായിട്ടാണ് വ്യാപാര വിദഗ്ധർ പോലും വിലയിരുത്തുന്നത്. യുഎസിലെ കർഷക സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന പ്രസ്താവനയായി ഇതിനെ കാണാമെന്നത് മറ്റൊരു പക്ഷം. യുഎസ് കർഷകർക്ക് കൂടുതൽ സബ്സിഡി നൽകുന്നതിന്റെ പ്രഖ്യാപനത്തോടൊപ്പമാണ് അരിയുടെ താരിഫ് ഭീഷണിയും ഉയർത്തിയത്. ഈ നീക്കം ഒരു വലിയ നയപരമായ മാറ്റത്തെക്കാൾ കൂടുതൽ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്നതിനുള്ള തന്ത്രമായിട്ടാണ് പലരും കണക്കാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണി ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് ക്ഷണികമായ പ്രകമ്പനം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ വിപുലമായ ആഗോള വിപണി കാരണം കാര്യമായൊരു ഭീഷണി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇത് യുഎസ് ഉപഭോക്താക്കൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ അരിയെ ആശ്രയിക്കുന്നവർക്ക് വിലവർദ്ധനവിന്റെ ഭാരം നൽകുകയും നിലവിലുള്ള വ്യാപാര പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇരു രാജ്യങ്ങൾക്കും തമ്മിൽ നിലനിൽക്കുന്ന വ്യാപാര ചർച്ചകൾക്ക് ഈ ഭീഷണി തടസ്സമുണ്ടാകാൻ സാധ്യതയുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.